മലരണിക്കാടുകൾ തിങ്ങി വിങ്ങി മരതക കാന്തിയിൽ മുങ്ങി മുങ്ങി കരളും മീഴിയും കവർന്നു മിന്നി കറയറ്റോരാലസൽ ഗ്രാമഭംഗി പുളകം പോൽ കുന്നിൻ പുറത്തു വീണ പുതുമൂടൽ മഞ്ഞാല പുൽകി നീക്കി പുലരോളി മാമല ശ്രേണികൾ തൻ പുറകിലായി വന്നു നിന്നെത്തി നോക്കി എവിടെ തിരിഞ്ഞൊന്നു നോക്കിയല്ല നോക്കിയാലൊന്നും അവിടെല്ലാം പൂത്ത മരങ്ങൾ മാത്രം ഒരു കൊച്ചു കാറ്റെങ്ങാൻ വന്നു പോയാൽ തുരുത്തൂരെ പൂമഴയായി പിന്നെ എന്നു പാടിയത് ഈ നാട്ടിൽ നിന്നേതാനും അപ്പുറത്ത് ജീവിച്ചിരുന്ന മഹാനായ ചെങ്ങമ്പുഴ എന്ന മലയാളത്തിന്റെ കവിയായിരുന്നു. നമ്മുടെ നാട് ഹൃദ്യമാണ്, കേരളം ഹൃദ്യമാണ്, നമ്മുടെ ഈ പ്രദേശം ഏറ്റവും മനോഹരമാണ്. നിങ്ങൾ ഈ താമസിക്കുന്ന നാടും ഒരുപാട് നന്മകളുടെ, ഒരുപാട് സന്തോഷങ്ങളുടെ, ഒരുപാട് ആനന്ദങ്ങളുടെ ഈറ്റില്ലമായ ഒരു ഗ്രാമമായിട്ട് തന്നെയാണ് നമ്മൾ ഇതിനെ കാണേണ്ടത്. അത് വളരെ പ്രധാനമാണ്. ഇവിടെ ഭീതിയില്ലല്ലോ, ഇവിടെ സമാധാനത്തിന് ഭംഗമില്ലല്ലോ, ഇവിടെ ആക്രമിക്കുന്നവരില്ലല്ലോ, ഇവിടെ നമുക്ക് നേരെ പ്രയാസങ്ങളുമായിട്ട് പ്രയാസപ്പെടുത്തലുകളുമായി കടന്നു വരുന്നവരില്ലല്ലോ. അൽഹംദുലില്ലാഹ്, സ്വന്തം നാടിന് വേണ്ടി പ്രാർത്ഥിക്കുക, സ്വന്തം നാടിനെ സ്നേഹിക്കുക എന്നത് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചര്യയാണ്. എന്തുകൊണ്ടെന്നാൽ അവിടുത്തെ നാടായ മദീനയെ വല്ലാതെ സ്നേഹിച്ചു, മദീനക്ക് വേണ്ടി അവിടുന്ന് പ്രാർത്ഥിച്ചു, മദീനയിൽ അനുഗ്രഹം ഉണ്ടാകാൻ അവിടുന്ന് ആഗ്രഹിച്ചു. അല്ലാഹുവേ, മദീനയിലെ അളവിലും തൂക്കത്തിലും ബറക്കത്ത് ചെയ്യണേ. അല്ലാഹുവേ, മദീനയിൽ നീ നന്മ ചൊരിയണേ. മദീനയിൽ മഴ പെയ്യാൻ ദുആ ചെയ്യും. ആ മഴ മദീനയിൽ ധാരാളമായാൽ അല്ലാഹുമ്മ ലാ അലൈനാ ഹവാലൈനാ, അല്ലാഹുവേ ഞങ്ങൾക്ക് മേലിനി മഴ വേണ്ട, ഞങ്ങളുടെ ചുറ്റുപാടുകളിൽ ഉള്ളവരിലേക്ക് ആ മഴ നീ എത്തിക്കണേ എന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്യുമായിരുന്നു. അല്ലാഹു അങ്ങനെയുള്ള ഒരു നാടായി നമ്മുടെ നാടിനെ നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ ഈ രാജ്യത്തിന് വേണ്ടി, ഈ നാടിന് വേണ്ടി, കേരളത്തിന് വേണ്ടി, നമ്മുടെ ഈ കൊച്ചു പ്രദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനിവാര്യമായ ഒരു കാര്യമാണ്. മഹാനായ മൗലാന മുഹമ്മദ് അലി ജൗഹറിനെ നിങ്ങൾ കേട്ടിട്ടില്ലേ? ഈ നാടിനെ വല്ലാതെ ഇഷ്ടപ്പെട്ട വലിയ ഒരു മനുഷ്യനായിരുന്നു മഹാനായ മൗലാന മുഹമ്മദ് അലി ജൗഹറിനെ ഒരിക്കൽ പ്രഗത്ഭനായ ഒരു അറബി പണ്ഡിതൻ കണ്ടതായി ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ട്. ഫലസ്തീനിയായ ആ കാലഘട്ടത്തിലെ ഗ്രാൻഡ് മുഫ്തിയായ ഒരു മനുഷ്യൻ മഹാനായ മൗലാനയെ പരിശുദ്ധമായ ഹജ്ജിന്റെ വേളയിൽ കണ്ടപ്പോൾ കഅബയുടെ ഖില്ല പിടിച്ച് പൊട്ടിക്കരയുന്ന എത്രയോ ആളുകൾ, കൂട്ടത്തിൽ മൗലാന മുഹമ്മദ് അലിയുമുണ്ട്. ആ മനുഷ്യൻ ശ്രദ്ധിക്കുന്നു, എന്താണ് മൗലാന ദുആ ചെയ്യുന്നത്? തന്റെ നാടിന് വേണ്ടി, താൻ പിറന്ന നാടിന് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി, തന്റെ നാടിന്റെ അനുഗ്രഹത്തിന് വേണ്ടി മൗലാന ദുആ ചെയ്യുക മാത്രമല്ല, ബ്രിട്ടീഷുകാരുടെ മുഖത്ത് നോക്കി അദ്ദേഹം പറഞ്ഞത്, എനിക്കൊന്നുകിൽ എന്റെ നാടായ സ്വാതന്ത്ര്യത്തിന്റെ, എന്റെ നാട്ടിൽ സ്വാതന്ത്ര്യത്തോടുകൂടെയുള്ള എന്റെ നാട്ടിൽ എനിക്ക് താമസിക്കാൻ, എനിക്ക് കിടന്നുറങ്ങാൻ, എനിക്ക് അന്ത്യവിശ്രമം കൊള്ളാൻ നിങ്ങൾ എന്നെ അനുവദിക്കണം. അതല്ല എങ്കിലോ സ്വാതന്ത്ര്യമുള്ള ഏതെങ്കിലും ഒരു മണ്ണിൽ എനിക്ക് 6 അടി മണ്ണ് തരണം. മൗലാന മുഹമ്മദ് അലിയുടെ നിര്യാണത്തിന് ശേഷം അദ്ദേഹത്തെ ഫലസ്തീനിലേക്ക് കൊണ്ടുപോവുകയും പരിശുദ്ധമായ മസ്ജിദുൽ അഖ്സായുടെ പരിസരങ്ങളിൽ ഒരിടത്ത് ബഹുമാനപ്പെട്ടവരെ മറമാടുകയും ചെയ്തു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. നാട് വളരെ പ്രധാനമാണ്, അയൽപക്കം വളരെ പ്രധാനമാണ്. ആരാണ് നമ്മുടെ അയൽവാസികൾ? ഇന്ന്
അവരെ നമ്മൾ മതത്തിന്റെ പേരിൽ വേർതിരിക്കരുത്. അവരെ നമ്മൾ ജാതിയുടെ പേരിൽ വേർതിരിക്കരുത്. ഏറ്റവും നല്ല അയൽവാസികളെ ലഭ്യമാവുക എന്നത് അല്ലാഹു ഭൗതിക ലോകത്ത് നൽകുന്ന ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ്. ചീത്ത അയൽവാസിയാണ് നമുക്കുള്ളത് എങ്കിൽ അതിനേക്കാളും വലിയ ചീത്ത കൊണ്ടവരെ പ്രതിരോധിക്കുക എന്നതല്ല വിശ്വാസിയുടെ ധർമ്മം. ആ അയൽവാസിയുടെ ആ അയൽവാസി നൽകുന്ന പ്രയാസങ്ങളിൽ, അവൻ നൽകുന്ന ബുദ്ധിമുട്ടിക്കലുകളിൽ ക്ഷമ കൈക്കൊള്ളുക എന്നുള്ളതാണ്. എന്നാലും ഞാൻ പറയട്ടെ, നല്ല അയൽവാസി, അള്ളാഹു ഇഷ്ടപ്പെടുന്ന അയൽവാസി ഒരാൾക്ക് ലഭ്യമാവുക എന്നുള്ളത് ഒരു അനുഗ്രഹമാകുന്നു. ബഹുമാനപ്പെട്ട ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹുവിന്റെ പരിസരത്ത് താമസിച്ചിരുന്ന ഒരു ജൂതൻ തന്റെ വീടും പറമ്പും വിൽപ്പനക്ക് വെച്ചിരിക്കുകയാണ്. അദ്ദേഹം എല്ലാവരോടും സാധാരണ ആ പ്രദേശത്തിനുള്ള വിലയുടെ അനേകം ഇരട്ടി വില പറഞ്ഞു. ആളുകൾ ചോദിച്ചു, ആ പ്രദേശത്തിന് അത്ര വിലയില്ലല്ലോ. അദ്ദേഹം മറുപടി പറഞ്ഞു, എന്റെ ആ പ്രദേശത്തിന് വില കൂടാനുള്ള കാരണം, സാധാരണ നമ്മൾ നമ്മുടെ ഭൂമിക്ക് വില കൂടുന്നത് അത് റോഡിന്റെ സൈഡാണ്, അതിന്റെ പരിസരത്ത് സ്കൂളുണ്ട്, അതിന്റെ തൊട്ടയൽപക്കത്ത് പള്ളിയുണ്ട്, അവിടെ നിന്ന് നിങ്ങൾക്ക് അങ്ങാടിയിലേക്ക് പോകാൻ കുറഞ്ഞ സമയമേ വേണ്ടുള്ളൂ. ഇതൊക്കെ വീടിന്റെ താമസ സ്ഥലത്തിന്റെ ഭൂമിയുടെ വില വർദ്ധിക്കാനുള്ള കാരണമായി നമ്മൾ പറയുന്നതാണെങ്കിൽ, ഈ ജൂതൻ പറയുന്നത് ആ വീടിന്റെ ആ പറമ്പിന്റെ അയൽപക്കത്തുള്ളത് ഒരു നല്ല മനുഷ്യനല്ലയോ, സയ്യിദുനാ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു. മുഅ്മിനീങ്ങളെ, അതൊരു വലിയ ഭാഗ്യമാണ്. ആലിമീങ്ങൾ ഉണ്ടാവുക, സ്വാലിഹീങ്ങൾ ഉണ്ടാവുക, നല്ലവരുണ്ടാവുക ഒരു മനുഷ്യന്റെ ഭാഗ്യം. ഞാൻ ഗൗരവത്തോടെ നിങ്ങളോട് പറയട്ടെ, അയൽവാസിയുടെ വീട്ടിലേക്ക് നമ്മുടെ വീട്ടിലെ വേസ്റ്റ് കൊണ്ടുപോയി ഇടുക എന്നതൊരു വിശ്വാസി ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. നമ്മുടെ വിഷയത്തിന്റെ ഭാഗമാണല്ലോ വിശ്വാസിയുടെ പരിസരം എന്ന് പറയുന്നത്. അയൽവാസിയുടെ വീടിന്റെ മാലിന്യങ്ങളെ നമ്മൾ ഏറ്റെടുക്കേണ്ടി വന്നാലും നമ്മുടെ മാലിന്യങ്ങളോ നമ്മുടെ വേസ്റ്റുകളോ ഒരിക്കലും ഒരു വിശ്വാസി അയൽവാസിയുടെ പറമ്പിലേക്ക് ഇടാൻ പാടില്ല. ഇന്ന് അയൽവാസികളുമായി ശണ്ട കൂടുന്നതിന്റെ കാരണങ്ങൾ നിങ്ങളൊന്ന് പഠിച്ചു നോക്കൂ. നമ്മൾ ഒരു മരം നടുന്ന സമയത്ത് അയൽവാസിയുടെ ആ തൊട്ടടുക്കലുള്ള ആ മതിലിന്റെ തൊട്ടടുക്കലാണ് നടുന്നത്. അത് നട്ടത് വളർന്നു വലുതായി അയൽവാസിയുടെ വീട്ടിലേക്ക് അതിന്റെ കൊമ്പുകളും ചുള്ളികളും ചെന്ന് അതിന്റെ ആ ഇലകൾ കൊഴിഞ്ഞവന്റെ വീടിന്റെ മുറ്റത്ത് വീഴുമ്പോ, അവന്റെ വീടിന്റെ മുകൾ ഭാഗം ആ ഇലകൾ കൊണ്ട് നാശമാകുമ്പോ, അവന്റെ മുറ്റത്ത് അതിന്റെ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ, അതിന്റെ പേരിൽ പിന്നെ വലിയ കശപിശകൾ ഉണ്ടാകുന്നു. ഒരു മുരിങ്ങ മരം കാരണത്താൽ വലിയ കശപിശകൾ ഉണ്ടായിട്ട് അത് പോലീസ് സ്റ്റേഷനുകളിൽ എത്തിയ കഥ ഞാൻ കേട്ടിട്ടുണ്ട്. അയൽവാസിയുടെ വീട്ടിലേക്ക് മുരിങ്ങ മരം എന്ന് പറയുന്നത് എത്ര ബലമില്ലാത്ത മരമാണ്. പക്ഷെ ആ ഒരു മരത്തിന്റെ പേരിൽ അയൽവാസിയുടെ വീട്ടിലേക്ക് ആ മരം ചാഞ്ഞു നിന്നു എന്നതിന്റെ പേരിൽ അത് വെട്ടാൻ പറഞ്ഞു, വെട്ടിയില്ല, അതിന്റെ ഇലകൾ കൊഴിഞ്ഞു വീണോ, അതിന്റെ പേരിൽ ആ കുടുംബം കാലങ്ങളോളം തെറ്റി നിന്നു. ഞാൻ ഗൗരവത്തോടെ പറയുകയാണ്, അയൽവാസിയെ ബഹുമാനിക്കണേ എന്ന് റസൂലുള്ള പറഞ്ഞിട്ടുള്ളത്. മൻ കാന യുഅ്മിനു ബില്ലാഹ്, ആരാണ് അല്ലാഹുവിനെ കൊണ്ട് വൽ യൗമിൽ ആഖിർ, അന്ത്യദിനം കൊണ്ടും ആരാണോ വിശ്വസിക്കുന്നത്, ഫൽയുക്രിം ജാറഹു, അവനവന്റെ അയൽവാസിയെ ബഹുമാനിക്കട്ടെ. നിങ്ങൾ വീട്ടിൽ ഒരു കറി ഉണ്ടാക്കി, അത് നിങ്ങൾക്ക് മാത്രമേ തികയുന്നുള്ളൂ, അതിൽ ഒരൽപ്പം കൂടെ വെള്ളം ചേർത്ത് അതിന്റെ ഒരു ഭാഗം നിന്റെ അയൽവാസിക്കും നീ കൊടുക്കണേ. നിന്റെ അയൽവാസി മുസ്ലിം ആകട്ടെ, ഹിന്ദുവാകട്ടെ, ക്രൈസ്തവനാകട്ടെ, ആരാകട്ടെ, അവന്റെ വയറ് നിറഞ്ഞിട്ടില്ല എങ്കിൽ, അവൻ വിശക്കുന്നവനാണെങ്കിൽ നീ നിന്റെ ആഹാരം കൊണ്ട് വയറ് നിറക്കാൻ പാടില്ല. അതിന്റെ ഒരു ഭാഗം നിന്റെ അയൽവാസിക്ക് നീ സമ്മാനിക്കണേ, അവന്റെ വിഷമങ്ങളിൽ നീ പങ്കുചേരണേ. അള്ളാന്റെ ഹബീബ് പറയുകയാണ്, മാസാല ജിബ്രീൽ യൂസിനി ബിൽ ജാർ,
എന്റെ അയൽപക്കത്ത് താമസിക്കുന്നവനോട് ഞാൻ കാണിക്കേണ്ട മര്യാദകളെ സംബന്ധിച്ച് മാലാഖയായ ജിബ്രീൽ എന്നെ ഉപദേശിക്കാൻ തുടങ്ങി. ഹത്താ വനന്തു അന്നഹു സയുവരിസുഹു. ഞാൻ കരുതിപ്പോയി, റബ്ബേ, എന്റെ അനന്തരത്തിന്റെ ഒരു ഭാഗം എന്റെ അയൽവാസിക്ക് ഞാൻ നൽകേണ്ടി വരുമോ? പ്രത്യേകിച്ച് സഹകരിക്കേണ്ട സന്ദർഭങ്ങളിൽ അയൽവാസിയുടെ വീട്ടിൽ കല്യാണമാണ്, നമ്മുടെ പറമ്പൊഴിഞ്ഞു കൊടുക്കേണ്ടി വരും, നമ്മുടെ വീടൊഴിഞ്ഞു കൊടുക്കേണ്ടി വരും. പഴയ കാലത്തൊക്കെ എന്തൊരു രസമായിരുന്നു. അയൽവാസിയുടെ വീട്ടിലുള്ള കല്യാണത്തിന് സദ്യ നടക്കുന്നത് എന്റെ വീട്ടിൽ. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, അന്നൊക്കെ കക്കൂസുകൾ കുറവായിരുന്നു. എത്രയോ ആളുകളെ കണ്ടിട്ടുണ്ട്, കക്കൂസ് പൂട്ടിയിട്ട് പോകും. കല്യാണം നടക്കുന്നുണ്ട് അയൽവാസിയുടെ വീട്ടിൽ. മലമൂത്ര വിസർജനത്തിന് അയൽവാസിയുടെ വീട്ടിൽ വരുന്നവർക്ക് സ്വാതന്ത്ര്യം നിഷേധിക്കുക എന്നതൊരു വിശ്വാസിയിൽ നിന്നുണ്ടാകേണ്ട കാര്യമല്ല. നമ്മൾ അയൽവാസിയെ ഉപദ്രവിക്കുന്നവരാകരുത്, അവരോട് സ്നേഹത്തോടെ പെരുമാറേണ്ട നമ്മൾ അയൽവാസിയിൽ നിന്ന് കടം വാങ്ങിയിട്ട് കൊടുക്കാതിരിക്കുക, അയൽവാസിയെ ഉപദ്രവിക്കാതിരിക്കുക, അയൽവാസിയെ ഉപദ്രവിക്കുക തുടങ്ങിയ കലാപരിപാടികളിൽ ഏർപ്പെടുന്നുണ്ടെങ്കിൽ വിശ്വാസികളെ, അത് നമ്മുടെ ധർമ്മമല്ല. മതം നോക്കാതെ, ജാതി നോക്കാതെ, അവൻ ആരാണ് എന്ന് നോക്കാതെ, നിങ്ങൾ അവന്റെ വീടിന്റെ അടുത്താണോ താമസിക്കുന്നത്? ഇസ്ലാമിലെ അയൽവാസി തൊട്ടടുക്കൽ മതിലിനപ്പുറത്തുള്ളയാളല്ല. പരിശുദ്ധ റസൂലിന്റെ വചനത്തിൽ നിന്ന്, അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസിൽ നിന്ന് പറഞ്ഞതനുസരിച്ച് 40 വീടുകളാണ്. മഹാന്മാര് പറയുന്നു, ഓരോ ഭാഗത്തേക്കും 40 വീടുകളാണ്. ആ 40 വീടുകളിലുള്ളവരിലേക്ക് ഇവന്റെ ഭാഗത്ത് നിന്ന് ഒരു ഷർറുമില്ല എങ്കിലേ, അവന്റെ ഭാഗത്ത് നിന്നൊരു ബുദ്ധിമുട്ടിക്കലുമില്ല എങ്കിലേ അവനൊരു യഥാർത്ഥ അയൽവാസിയാവൂ, യഥാർത്ഥ വിശ്വാസിയാകൂ എന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. ഹത്താ യഅ്മന ജാറുഹു ബവാഇഖഹു. അവനെ കൊണ്ടുണ്ടാകുന്ന ഉപദ്രവങ്ങളിൽ നിന്ന് അവന്റെ അയൽവാസികൾ എപ്പോഴാണോ നിർഭയരാകുന്നത്, അപ്പോൾ മാത്രമാണ് അവൻ വിശ്വാസിയായി മാറുന്നത്. ഞാൻ ഈ സന്ദർഭത്തിൽ പറയാണ്, എന്തിന് നമ്മൾ മനസ്സിന്റെ ഭാരം കൂട്ടണം? എന്തിന് നമ്മൾ മനസ്സിന് സങ്കടങ്ങൾ നൽകണം? നിങ്ങളൊരു സലാം പറ. എന്തെങ്കിലും പിണക്കമുണ്ടെങ്കിൽ, എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടെങ്കിൽ, എന്തെങ്കിലും അസാരസ്യങ്ങൾ ഉണ്ടെങ്കിൽ അതിന് നിങ്ങൾ ഇന്ന് തന്നെ പരിഹാരം കാണണം. ഒരിക്കലും പിണങ്ങി നിൽക്കരുത്. അയൽവാസി ആദരിക്കപ്പെടേണ്ടയാളാണെന്നാണ് അള്ളാഹുവിന്റെ പരിശുദ്ധത ഈ ലോകത്തിന്റെ മുമ്പിൽ വിവരണം നടത്തുന്നത്. അപ്പൊ വീടിന്റെ അയൽപക്കം വളരെ പ്രധാനമാണ്. നമ്മൾ വീട് വെക്കുന്ന മണ്ണ് അതിപ്രധാനമാണ്. ഇതിനിപ്പോ നമ്മള് ഒരു വീട് വെക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അതിനും ഗുണാണ്. നമ്മളുടെ വീടിനെ പറ്റി മനസ്സിലാക്കുന്നവരുണ്ടെങ്കിൽ അതിനും സൗകര്യമാണ്. മണ്ണ് വൽബലദു ത്വയ്യിബു യഖ്റുജു നബാതുഹു ബിഇദ്നി റബ്ബി വല്ലദീ ഖബസ ലാ യഖ്റുജു ഇല്ലാ നകിദാ. നല്ല മണ്ണിൽ നിന്നാണ് നല്ല സസ്യങ്ങൾ ഉണ്ടാകുന്നത്. നല്ല ഫലഭൂയിഷ്ഠതയുള്ള മണ്ണാണെങ്കിൽ നല്ല നെല്ല്, നല്ല ഗോതമ്പ്, നല്ല പച്ചക്കറികൾ. മണ്ണ് മോശാണെങ്കിലോ ഈ നല്ലതൊന്നും ഉണ്ടാവില്ല. ഞാൻ പറയട്ടെ, നല്ല മണ്ണിന്റെ ചില അടയാളങ്ങളുണ്ട്. അതിലൊന്ന്, ആ മണ്ണ് മൃഗങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് പരിശോധിക്കലാണ്. ഒരാള് ഒരു പ്ലോട്ട് വാങ്ങാൻ വേണ്ടി ചെന്നപ്പോൾ അവിടെ ഒരു പശു പുല്ലുമേയുന്നു, അതല്ലെങ്കിൽ 4 ആടുകൾ അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്കതിന് മാർക്കിടാം, ഇതൊരു നല്ല മണ്ണാണ്. ഇനിയിപ്പോ ഇരിക്കുന്നവരെ റിയൽ എസ്റ്റേറ്റുകാരെങ്കിലും ഉണ്ടെങ്കിൽ, ഈ വയല് കേട്ട ആരെങ്കിലും നിങ്ങളുടെ അടുക്കൽ നിന്ന് വാങ്ങുന്നവരുണ്ടെങ്കിൽ വേഗം പോയിട്ട് ഒരു പശുവിനെ കെട്ടിയിട്ട് അത് കച്ചവടാക്കണം എന്നുള്ളതിനായിട്ട് ഇത് ഉപയോഗിക്കരുത്. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. നിങ്ങൾ ആമീൻ പറയുന്നില്ല. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. അങ്ങനെയാ തെളിവെന്താ? അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദീനയിൽ സ്വീകരിക്കാൻ വേണ്ടി 100 കണക്കിന് ആളുകൾ കാത്തു നിൽക്കുകയാണ്.
അവിടുന്ന് ചെന്ന് 3 ദിവസം നിൽക്കുന്നത് ഖുബയിലാണ്. അവിടെയാണ് മസ്ജിദുൽ ഖുബ ഉള്ളത്. അവിടെ നിന്ന് ഇന്നത്തെ മദീന പള്ളി നിൽക്കുന്ന ഇടത്തേക്ക് ത്വാലഅൽ ബദ്റു അലൈനാ മിൻ സനിയാത്തിൽ വദാഇ വജബ ശുക്രു അലൈനാ لله داعي أيها المبعوث فينا جئت بالأمر المطاع جئت شرفت المدينة مرحبا يا خير داعي എന്ന് ചൊല്ലി നബി അങ്ങനെ പാട്ടുപാടി കൊണ്ടുപോവുകയാണ്. ഓരോരുത്തർ പറയുന്നുണ്ട്, നബിയെ എന്റെ വീട്ടിൽ താമസിക്കി, നബിയെ എന്റെ വീട് നല്ല വീടാണ്, നിങ്ങൾ അവിടെ നിൽക്കി. അല്ലാഹുവിന്റെ റസൂൽ എന്താ പറഞ്ഞത്? അവിടുന്ന് കയറിയ ഒട്ടകപ്പുറത്ത് കയറിയിട്ട് അവിടുന്ന് പറഞ്ഞു, എന്റെ ഒട്ടകത്തെ നിങ്ങളങ്ങ് വിട്ടേക്കു, ദഊഹാ ഫഇന്നഹാ മഅ്മൂറ. എന്റെ ഒട്ടകത്തെ നിങ്ങളങ്ങ് വിട്ടോളൂ, ഒട്ടകത്തിനറിയാം എവിടെയാണ് ഇറങ്ങേണ്ടത്. കേട്ടിട്ടില്ലേ അത്? നിങ്ങളുടെ മുഖമൊന്നും കാണാത്തത് കൊണ്ടാണ് ഞാൻ മുഖം നോക്കാതെ സംസാരിക്കുന്നത്. എന്നാലും തലങ്ങനെ ആട്ടുകയാണെങ്കിൽ എനിക്കറിയാം. കേട്ടിട്ടില്ലേ അത്? അവസാനം ആ ഒട്ടകം മുട്ടുകുത്തിയപ്പോൾ ആ മുട്ടുകുത്തിയ സ്ഥലത്തിന്റെ അവിടെ റസൂലുള്ളാഹി താമസിച്ചു. അബൂ അയ്യൂബ് അൽ അൻസാരിയുടെ അവിടെ അതിന്റെ പരിസരത്തുള്ള റസൂൽ പള്ളി ഉണ്ടാക്കുകയും ചെയ്തു. അതല്ലെങ്കിലും ഒരു വീട്ടിൽ മൃഗങ്ങൾ ഉണ്ടാവുക എന്നത്, ജീവജാലങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് വലിയ ബറക്കത്താകുന്നു. കോഴി ഉണ്ടാവുക, ഇന്നെവിടെ ആടുണ്ടാവുക, പശു ഉണ്ടാവുക എന്നുള്ളത് ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഒരു വീട്ടിൽ. പൂച്ച ഉണ്ടാവുക, പൂച്ചനൊന്നുണ്ടായിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഉള്ള പൂച്ചെല്ലാം കൂടെ പെറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മളുടെ വീട് സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനൊഴിവാക്കാൻ നമ്മൾ മാർഗം നോക്കണം. പക്ഷെ ഒരു പൂച്ചയൊക്കെ അവിടെ കിടന്ന് ഇങ്ങനെ കറങ്ങുന്നുണ്ടെങ്കിൽ അതൊരു അനുഗ്രഹമാണ്. കോഴി ഉണ്ടാവല് വലിയ അനുഗ്രഹമാണ്. കോഴി കൂവുന്നത് കേട്ടാൽ നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണേ. ഫഇന്നഹാ റഅത് മലകാ. ആ കോഴി അല്ലാഹുവിന്റെ ഒരു മലക്കിനെ കണ്ടിട്ടുണ്ട്. ആ കോഴി നിങ്ങളെ പ്രഭാതത്തിൽ നമ്മൾ ഉറങ്ങുമ്പോ വിളിച്ചുണർത്തുന്ന ജീവിയാണല്ലോ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാട് വീട്ടിലുണ്ടാവുക, നല്ല ബർക്കത്താണ്. അതല്ലെങ്കിൽ ഒരു പശു ഉണ്ടാവുക, എന്നിട്ടൊക്കെ നമ്മൾ ഉണ്ടാക്കണം. ഇന്നിപ്പോ കോഴിയൊക്കെ ഉണ്ട്, വീട്ടിലില്ല എന്ന് മാത്രം. ചിക്കൻ സ്റ്റാളുകളിൽ നമ്മെ കാത്തിങ്ങനെ ഇരിക്കുകയാണ്. ഹോട്ടലിൽ ചെന്നാലോ വലിയൊരു കിതാബാണ് നമ്മുടെ പലരുടെയും മുമ്പിൽ വന്ന് വെക്കുക. അതിങ്ങനെ മറിച്ചു നോക്കിയാൽ ഉണ്ടാവും കോഴി പൊരിച്ചത്, കരിച്ചത്, ബോധം കെടുത്തിയത്, നിർത്തിയത്, ഇരുത്തിയത്, കിടത്തിയത്, എന്തെല്ലാം ഐറ്റാണ്. അങ്ങനെയൊക്കെ സുപരിചിതാണ് കോഴി. വീട്ടിൽ കോഴിയെ വളർത്തുക എന്നുള്ളത് അപൂർവമാണ്. എന്തിനാന്നറിയോ? ഒരു വിശ്വാസിക്ക് വേസ്റ്റ് ഇല്ല എന്നുള്ളത് കൊണ്ടാണ്. ചോറ് ബാക്കിയായി. നമ്മൾക്ക് എന്നും കോഴിക്ക് അല്ലെങ്കിൽ ആടിന് നമ്മൾക്ക് എന്നും ബിരിയാണി വെച്ച് കൊടുക്കുക, അതല്ലെങ്കിൽ കോഴിക്കെന്നും നല്ല പിന്നെ നെയ്ച്ചോറ് വെച്ച് കൊടുക്കുക എന്നുള്ളത് നടക്കൂലല്ലോ. എന്ത് ചെയ്യാ? ചോറ് അത് കുറച്ച് ബാക്കിയായി, അതല്ലെങ്കിൽ നമ്മുടെ വല്ലതും ബാക്കിയായി, അത് അവക്ക് കൊടുക്കാമല്ലോ. നമ്മൾ ചോറ് വെച്ചു, അതിന്റെ കഞ്ഞിയുടെ വെള്ളമുണ്ട്, വേസ്റ്റിന്റെ വെള്ളമുണ്ട്, അത് നമുക്ക് പശുവിന് കൊടുക്കാമല്ലോ. തന്നെയുമല്ല, ആ ജീവജാലങ്ങളിൽ നിന്ന് നമുക്കൊരുപാട് നിഅമത്തുകൾ ലഭ്യമാകുമെന്ന് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ അങ്ങനെ വീട്ടിൽ ഒരു മൃഗമുണ്ടാവുക എന്നത് നല്ലതാണ്. അത് വളർത്തു മൃഗങ്ങളാവണം, വളർത്താൻ പറ്റിയതാവണം, സ്വതന്ത്രമായിട്ട് അഴിച്ചുവിടുന്നതാവാൻ പറ്റണം. തത്തയെ പിടിച്ച് കൂട്ടിലിടാൻ പാടില്ല, അണ്ണാറ കണ്ണനെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ അവയുടെയൊന്നും സ്വാതന്ത്ര്യത്തെ ഹനിക്കാൻ പാടില്ലെന്ന. കോഴിയെ വളർത്തുക എന്നുള്ളത് സ്വാതന്ത്ര്യത്തെ ഹനിക്കലല്ല. അതുപോലെ തന്നെ ആടിനെ വളർത്തുക എന്നുള്ളത് അവയുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കലല്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. എന്നാൽ ഒരു ജീവി നമ്മുടെ വീട്ടിൽ ഉണ്ടാവൽ അത് വളരെ ഗൗരവത്തോടെ നമ്മൾ കാണേണ്ട ഒന്നാണ്. അത് മറ്റൊന്നുമല്ല, അത് പട്ടിയാണ്. പട്ടി
പട്ടിയെ വളർത്തും. ഇവിടെ പട്ടിയെ വളർത്തുന്നവരുണ്ടാവില്ല എന്ന് എനിക്കറിയാം, എന്നാലും പറയാലോ. അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നു, അപ്പൊ അങ്ങനെയാണെങ്കിൽ നാളെ തന്നെ എവിടെന്നെങ്കിലും ഒരു പട്ടിയെ വളർത്താൻ വേണ്ടി തീരുമാനിച്ചിട്ട് പട്ടിയെ വാങ്ങാൻ പോയാലോ? പട്ടിയെ വളർത്താൻ പാടില്ല. പഴയ കാലത്ത് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് ചില അനുവാദങ്ങൾ നൽകിയിരുന്നു. ഉദാഹരണമായിട്ട്, ആ പട്ടിയെ വളർത്തുകയാണെങ്കിൽ ആ പട്ടിയെ ചില കാര്യങ്ങൾക്ക് വേണ്ടി വളർത്താൻ പറഞ്ഞിരുന്നു. ഒന്ന് കൃഷിക്ക് വേണ്ടി വളർത്തുക. അതല്ലാന്നുണ്ടെങ്കിൽ ആ പട്ടിയെ കാവലിന് വേണ്ടി വളർത്തുക എന്നുള്ളതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതുപോലെ തന്നെ വേട്ടയ്ക്ക് വേണ്ടി വളർത്തുക. ഇതിൽ രണ്ടും ഈ കാലഘട്ടത്തിലുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കൃഷിക്ക് വേണ്ടി പട്ടി വളർത്താറുണ്ടോ? അറിയോ? എന്നാ ഞാൻ പറയട്ടെ, നമ്മളൊക്കെ എന്ത് കൃഷി കണ്ടിട്ടുണ്ടോ? നമ്മളൊന്നും കൃഷി കണ്ടിട്ടില്ലല്ലോ. നമ്മളൊക്കെ ആ കൃഷിയിലൂടെ ലഭ്യമാകുന്ന അരി കൊണ്ടുള്ള ഭക്ഷണം ഇങ്ങനെ കഴിക്കുക എന്നല്ലാതെ കൃഷി എന്ന് പറഞ്ഞാൽ ഏക്കർ കണക്കിന് നെല്ലുകളും അതുപോലെയുള്ള സംഗതികളുള്ള കൃഷിയിടങ്ങൾ, അതുപോലെ ഫാമുകൾ ഉണ്ടാവും. ആടുകളെ, പോത്തുകളെയൊക്കെ വളർത്തുന്ന, താറാവുകളെയൊക്കെ വളർത്തുന്ന വലിയ വലിയ ഫാമുകൾ ഉണ്ടാവും. ഈ ഫാമുകളുടെ കാവൽക്കാരായിട്ട് പട്ടികൾ വേണ്ടി വരും. ഞാൻ ഒരാളോട് അന്വേഷിച്ചു. അപ്പൊ നമ്മൾക്ക് ഇന്നത്തെ കാലത്ത് ഇപ്പൊ എന്താണ് ഏറ്റവും രക്ഷപ്പെടാനുള്ള മാർഗം? CCTV ക്യാമറ വെക്കുക എന്നുള്ളതാണ്. ഈ പശുവിനെ അല്ലെങ്കിൽ ഈ ആടിനെ വളർത്തുന്നിടത്തേക്ക് അതിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ഭീകരജീവി വരികയാണ്, അതല്ലെങ്കിൽ അവന്റെ നെല്ലോ കപ്പയോ ഒക്കെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു പന്നി വരികയാണ്. CC ക്യാമറ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും അല്ലേ? പന്നി വിചാരിക്കുകയാണ്, പഠിച്ചോനെ CCTV ക്യാമറ ഉണ്ട്, അതുകൊണ്ട് തൽക്കാലം അത് നശിപ്പിക്കാൻ പാടില്ല, എന്നെ നാളെ പിടിച്ചേക്കും. നടക്കുവോ? അവിടെയാണ് പട്ടി എന്ന ജീവി പരിശീലനം നൽകപ്പെട്ട് കഴിഞ്ഞാൽ അതുകൊണ്ട് രക്ഷ ഉണ്ടാവും. ഇസ്ലാമിക കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ പട്ടിയെ ഉപയോഗിച്ച് വേട്ടയാടുന്നതിനെ സംബന്ധിച്ച് വലിയ വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഞാൻ കരുതിയിരുന്നത് ഇന്ന് അങ്ങനെ ഒരു സമ്പ്രദായം ഇല്ല എന്നുള്ളതാണ്. എന്നാൽ ഇന്നും അങ്ങനെ പട്ടിയെ ഉപയോഗിച്ച് വേട്ടയാടുന്ന രീതികളുണ്ട് അത്രേ. പക്ഷേ നമ്മുടെ വീടുകളിൽ ഇന്ന് കാവലിന് വേണ്ടി പട്ടികളെ നിർത്തുക എന്ന് പറയുന്നത് തീർത്തും അനാവശ്യമായ ഒരു സംഗതിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പട്ടികളെ കാവലിന് വേണ്ടി ഉപയോഗിക്കുക വീടുകളിൽ മാത്രമല്ല, അത് വളരെ കുറവാണ്. ചില ആളുകൾ ഒരു അലങ്കാരത്തിന് വേണ്ടി, ചില ആളുകൾ അതൊരു പ്രശസ്തിക്ക് വേണ്ടി, ചില ആളുകൾ വാങ്ങുന്ന പട്ടികളുടെ വിലയൊക്കെ ചിലപ്പോൾ പത്രങ്ങളിലൂടെയൊക്കെ വരാറുണ്ട്. ഒരു കാര്യം ഞാൻ പറയട്ടെ, അങ്ങനെ കേവലം ആവശ്യമില്ലാത്ത രീതിയിൽ കാവൽ എന്ന പേരിൽ, നമ്മൾ വീട്ടുകാവൽ എന്ന പേരിൽ പട്ടിയെ വളർത്തിയാൽ അല്ലാഹു അവന്റെ സൽക്കർമ്മങ്ങളിൽ നിന്ന് വലിയ ഒരു ഖീറാത്തിനെ കുറച്ചു കളയുമെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വേറെ ഒരു ഹദീസിൽ കാണാം, ലാ തദ്ഖുലുൽ മലായിക, ഒരിക്കലും അല്ലാഹുവിന്റെ മാലാഖമാർ പ്രവേശിക്കുകയില്ല, ബൈതം ഫീഹി കൽബുൻ ഔ സൂറ, രൂപങ്ങളോ പട്ടികളോ ഉള്ള വീട്ടിൽ. നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മളുടെ വീടുകളിലൊക്കെ പലപ്പോഴും രൂപങ്ങളുണ്ടാവും. വിശ്വാസികളെ ആ രൂപങ്ങളെ നമ്മൾ നീക്കം ചെയ്യണം. ചിലപ്പോ ചില രാജ്യങ്ങളിലൊക്കെ പോയാൽ, നമ്മളൊക്കെ പല രാജ്യങ്ങളിലും പോകുന്നവരാണ്, പ്രത്യേകിച്ച് നമ്മുടെ ഡോക്ടറൊക്കെ ഉണ്ട്. ഡോക്ടറൊക്കെ വലിയ സഞ്ചാരപ്രിയനാണ്. എൻ്റെ കുറച്ച് സുഹൃത്തുക്കളോടുകൂടെ ഡോക്ടറെ അടുത്ത് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ പോയി വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഓരോ രാജ്യത്തും നമ്മൾ ചെല്ലുമ്പോ ആ രാജ്യത്തിന്റെ സിമ്പലായിട്ട്, ഇപ്പൊ ഇന്ത്യയിൽ വരുന്ന ഒരാൾക്ക് ചിലപ്പോ താജ്മഹൽ കൊടുക്കും, താജ്മഹലിന്റെ രൂപം കൊടുക്കും, അതല്ലെങ്കിൽ കുത്തബ് മിനാറിന്റെ രൂപം കൊടുക്കും, ചെങ്കോട്ടയുടെ ഒരു രൂപം കൊടുക്കും. ഇന്ത്യയിൽ വരുന്ന ഒരാൾക്ക് ഇന്ത്യ അത് വാങ്ങിക്കൊണ്ടുപോകും. അതേപോലെ ഓരോ രാജ്യത്ത് ചെന്നാലും അതിന്റെ ഇപ്പോ ഈജിപ്തിൽ ചെന്നിട്ടുണ്ടെങ്കിൽ അവിടുന്ന് പിരമിഡിന്റെ വലിയ രൂപം കിട്ടും. അപ്പൊ ഞാൻ അവിടെ ഗ്ലോബ് എന്നാണ് അതിന് ഇംഗ്ലീഷിൽ പറയാം. ഓരോ രാജ്യത്തിന്റെയും അഭിമാനത്തിന്റെ ചിഹ്നമായിട്ട് ഉപയോഗിക്കപ്പെടുന്ന സാധനങ്ങൾ ആ രാജ്യത്തെ നമ്മൾ പോയതിന്റെ ഓർമ്മക്ക് വേണ്ടി ചില രാജ്യത്ത് ചെന്നാൽ പലയിടത്തും പ്രതിമകളാകിട്ട പല പ്രതിമകളും. ഈജിപ്തിൽ തന്നെ സ്ഫിങ്സിന്റെ പ്രതിമ കിട്ടും, അതുപോലെയുള്ള രൂപങ്ങൾ. അതുപോലെ നമ്മളിങ്ങനെ ചില വീടുകളിലൊക്കെ ചെന്നാൽ കാണാം, ഷോക്കേസിൽ ഇങ്ങനെ നിറച്ചു വെച്ചിട്ടുണ്ടാവും കളിപ്പാട്ടങ്ങളല്ലാത്ത രീതിയിലുള്ള കളിപ്പാട്ടങ്ങൾ, വലിയ വലിയ ബൊമ്മകൾ കാറിൽ വെക്കും ചില ആളുകൾ. മുഅ്മിനീങ്ങൾ, നമ്മൾ ഈമാനുള്ളവരാണ്.
നമ്മളുടെ അശ്രദ്ധ കൊണ്ട് അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖമാർ നമ്മിൽ നിന്ന് അകന്നു പോകരുത്. ലാ തദ്ഖുലുൽ മലായിക ബൈതൻ ഫീഹി കൽബുൻ ഔ സൂറ. നമ്മുടെ വീടുകൾ അള്ളാഹു പറയുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അർബഉം മിനസ് സഅദ, ഒരു വ്യക്തിയുടെ വിജയത്തിന്റെ അടയാളങ്ങൾ 4 എണ്ണമാണ്. ഒന്ന്, അൽ മർഅതു സ്വാലിഹ, സദ്വൃത്തയായ ഭാര്യ. ഒരു വീടിന്റെ അന്തരീക്ഷത്തിൽ ഉണ്ടാവേണ്ട കാര്യത്തെ കുറിച്ചാണ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. ഒന്ന് ഉറക്ക സ്വലാത്ത് ചൊല്ലിക്കേ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഒരാളുടെ ഏറ്റവും വലിയ ഭാഗ്യം അൽ മർഅതു സ്വാലിഹ, നല്ല ഭാര്യ. വീടിന്റെ അന്തരീക്ഷത്തിൽ അങ്ങനെയാവണം. എങ്ങനെ? പഴയ കാലത്തൊക്കെ പറയാറുണ്ട്, കല്യാണം കഴിഞ്ഞാൽ ആദ്യം ഭർത്താവ് പറഞ്ഞാൽ അത് ഭാര്യ കേൾക്കും. കല്യാണം കഴിഞ്ഞിട്ട് ഒരു ചായ, ഒരു കാപ്പി കേൾക്കും. അത് കഴിഞ്ഞ 2 മാസം കഴിഞ്ഞാലോ ഭാര്യ പറഞ്ഞാൽ ഭർത്താവ് കേൾക്കും. ഇവിടുത്തെ അവസ്ഥയെ കുറിച്ചല്ലേ? അത് കഴിഞ്ഞ 6 മാസം കഴിഞ്ഞിങ്ങനെ തുടങ്ങുമ്പോൾ ഇവർ രണ്ടാളും പറയുന്നത് നാട്ടുകാർ കേൾക്കും എന്നൊരു പൊതു വർത്തമാനമുണ്ട്. ശബ്ദം ഉയരാൻ തുടങ്ങി, വീടിന്റെ ചുമരുകൾ ഭേദിച്ചത് നാട്ടുകാർ കേൾക്കാൻ തുടങ്ങി. അല്ലേ? അങ്ങനെയല്ല, സന്തോഷത്തോടെ സുബ്ഹിക്ക് വിളിച്ചുണർത്തുന്ന ഭാര്യ, നന്മകൾക്ക് പ്രേരിപ്പിക്കുന്ന ഭാര്യ, വഅദിന് പോകാൻ പറയുന്ന ഭാര്യ, സ്വതക്ക ചെയ്യാൻ പറയുന്ന ഭാര്യ, നമുക്കൊന്ന് ഉംറക്ക് പോകാം, ഒന്ന് ഹജ്ജിന് പോകാം എന്ന് പറയുന്ന ഭാര്യ. അങ്ങനെയുള്ള നല്ല ഒരു പെണ്ണ്. വൽ മസ്കനുൽ വാസിഅ, വിശാലമായ താമസ സ്ഥലം ഒരാൾക്ക് അല്ലാഹു നൽകുന്ന വിജയത്തിന്റെ അടയാളമാണ്. അല്ലാഹുവേ, വീടില്ലാത്ത ആരെങ്കിലും ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ അവർക്ക് നീ നല്ല വീട് കൊടുക്കണേ അല്ലാ. നിങ്ങളൊന്ന് ആമീൻ പറയൂ. നമ്മളുടെ കൂട്ടത്തിലുണ്ടാകുമല്ലോ. ഞങ്ങൾ ഉസ്താദ് ഇങ്ങനെ വീടിനെ കുറിച്ച് വാള് പറയുമ്പോ ഒരു വീടിന്റെ എത്ര കാലത്തെ സ്വപ്നമാ. ഇന്ന് ഞാനൊരു വ്യക്തിയോട് സംസാരിച്ചപ്പോ ആ വ്യക്തിയുടെ അടുക്കൽ വന്ന് ഒരു സഹോദരൻ വല്ലാത്ത സങ്കടം പറഞ്ഞ ഒരു കഥ എന്നോട് പറഞ്ഞു. ഉസ്താദേ, വാടക വീട്ടിലാ താമസിക്കുന്നത്, വാടക കൊടുക്കാൻ മാർഗമില്ല, കഷ്ടപ്പെടുകയാ എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ആ വാടകയിലേക്കൊന്ന് കൊടുക്കണം, അതല്ലെങ്കിൽ എന്റെ വാടക വീട്ടിൽ നിന്ന് ഇറക്കി വിടുമെന്ന് പറഞ്ഞ് എന്നോട് സംസാരിച്ച ആ മനുഷ്യനോടൊരു സഹോദരൻ കരഞ്ഞു പറഞ്ഞു എന്നതുപോലെ വാടകയ്ക്ക് താമസിക്കുന്നവർ, ക്വാർട്ടേഴ്സുകളിൽ താമസിക്കുന്നവരൊക്കെ ഉണ്ടാകും. അല്ലാഹുവേ, ഈ വാളിന്റെ മജ്‌ലിസിൽ വന്നിരുന്ന് ഞങ്ങൾ ഈ വാള് കേൾക്കുന്നതിന്റെ ബറക്കത്ത് കൊണ്ട് അവർക്ക് നീ നല്ല വീട് വെക്കാനുള്ള തൗഫീഖ് കൊടുക്കണേ അല്ലാഹ്. ആമീൻ പറയൂ. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരാൾക്ക് നമ്മൾ സ്വതക്ക നൽകേണ്ടത്, സഹായിക്കേണ്ടത് അവർക്ക് പലപ്പോഴും ആവശ്യമുള്ള ഘട്ടത്തിലാണ്. അതിൽ പെട്ടൊരു ഘട്ടമാണ് ഒരാൾ വീട് വെക്കുമ്പോൾ അയാളെ സഹായിക്കുക എന്നുള്ളത്. എന്തൊരു കൂലിയാണ് അതിന് കിട്ടുക, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. കാരണം ഒരു വീടുണ്ടാക്കുക എന്നുള്ളത് കേവലം അത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. വീട് വെക്കുക എന്നുള്ളത് ഈ ലോകത്തിന്റെ എല്ലാ സാമ്പത്തികമായിരിക്കുന്ന നിലവാരത്തെയും നിയന്ത്രിക്കുന്ന ഒന്നാണ്. നേരത്തെ ഇവിടെ ഉസ്താദ് പറഞ്ഞല്ലോ, ഓരോന്നും പരസ്പരം ബന്ധപ്പെട്ടതാണ്. നമ്മളുടെയൊക്കെ ജോലി ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്താണ്? നമ്മൾ വീട് വെക്കാൻ വേണ്ടി, ചില ആളുകൾ വീട് വെക്കാൻ വേണ്ടി മറ്റുള്ളവർക്ക് വീട് വെച്ചു കൊടുക്കും. പ്ലാൻ വരക്കുന്ന ചില ആളുകൾ, കുറ്റിയടിക്കുന്ന ചില ആളുകൾ, കല്ല് വെട്ടുന്ന ചില ആളുകൾ, കല്ലിൽ ക്രഷർ മെറ്റലാക്കുന്ന ചില ആളുകൾ, സിമന്റ് ഉണ്ടാക്കുന്ന ആളുകൾ, കമ്പി വിൽപ്പന നടത്തുന്ന ആളുകൾ, മണലിന്റെ ആളുകളായ ആളുകൾ, മാഫിയ എന്നറിയാതെ പറഞ്ഞു പോയതാണ്. അങ്ങനെ എല്ലാ രംഗത്തും പ്രവർത്തിക്കുന്ന ആളുകൾ, അത് ചരക്കായി കൊണ്ടുപോയിട്ട് ലോറിക്ക് ഡ്രൈവ് ചെയ്യുന്ന ആളുകൾ. ഇങ്ങനെ ആലോചിച്ച് നോക്കിയാൽ ഈ വീടിന്റെ ചുറ്റും കറങ്ങാണ് മനുഷ്യന്റെ ജീവിതം എന്ന് പറയാൻ കഴിയും. 3 എണ്ണാണ് മനുഷ്യന്റെ അടിസ്ഥാനപരമായ ആവശ്യം. ഒന്ന് ഏതാ? ആദ്യത്തേത് ഭക്ഷണമാണ്, രണ്ടാമത്തേത് വസ്ത്രമാണ്, മൂന്നാമത്തേത് വീടാണ്.
ഇതാണ് ഒരു മനുഷ്യന്റെ അടിസ്ഥാനപരമായ ആവശ്യം. സ്വർഗത്തെക്കുറിച്ച് അല്ലാഹു തആല പറയുമ്പോഴും സ്വർഗത്തിനെ കുറിച്ച് പറഞ്ഞത് അവർക്ക് ആ സ്വർഗത്തിൽ നല്ല ഭക്ഷണം ഉണ്ട് എന്നുള്ളതാണ്. അല്ലേ? സ്വർഗത്തെക്കുറിച്ച് അല്ലാഹു ഇങ്ങനെ പറയുമ്പോ സൂറത്തുൽ ബഖറയിൽ കുല്ലമാ റുസിഖൂ മിൻഹാ മിൻ സമറത്തിർ റിസ്ഖാ ഖാലൂ ഹാദല്ലദീ റുസിഖ്നാ മിൻ ഖബ്ൽ വഉതൂ ബിഹി മുതശാബിഹാ. ഭക്ഷണം ഫീഹാ ഫാകിഹതു വനഖ്ലു വറുമ്മാൻ, അതിൽ പഴങ്ങളുണ്ട്, അതിൽ റുമ്മാൻ പഴമുണ്ട്, അതിൽ ഈന്തപ്പഴമുണ്ട്. സ്വർഗത്തിലുള്ള ഭക്ഷണങ്ങൾ പറയണില്ല. സ്വർഗത്തിൽ നല്ല വീട് കിട്ടും. അല്ലേ? ഉലൈക യുജ്സൗനൽ ഗുർഫത ബിമാ സബറൂ വയുലഖൗന ഫീഹാ തഹിയ്യതൻ വസലാമാ. കണ്ടോ? ഉലൈക, അല്ലാഹുവിനെ നന്നായിട്ട് അനുസരിച്ച് നടക്കുന്ന പടച്ചോന്റെ അടിമകളായ ആളുകളുണ്ടല്ലോ, യുജ്സൗന, ഒരു പ്രതിഫലം നൽകപ്പെടും, അൽ ഗുർഫത, സ്വർഗത്തിലുള്ള ബെഡ്റൂമുകൾ. സ്വർഗത്തിൽ അങ്ങനെ തന്നെ ഭക്ഷണം, വസ്ത്രമോ വജസാഹും ബിമാ സബറൂ ജന്നതൻ വഹരീറാ. പട്ടിന്റെ ഉടയാടകൾ, നേർത്ത പട്ടിന്റെ വസ്ത്രങ്ങൾ, കമനീയമായ ഉടയാടകൾ, ആഭരണങ്ങൾ. സ്വർഗം അങ്ങനെ തന്നെയാണ്. ദുനിയാവിലെ അടിസ്ഥാനപരമായ ആവശ്യങ്ങളും അങ്ങനെ തന്നെയാണ്. അപ്പൊ നമ്മളിങ്ങനെ ചിന്തിക്കുകയാണ്, വിശാലമായ വീട് എന്ന് പറഞ്ഞാൽ എന്താ? ഇന്ന് നമ്മൾ വീടെടുക്കുമ്പോ ഓരോ റൂമിനും നമ്മൾ അളവ് നിശ്ചയിക്കും. ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞ എന്താണ്? വിശാലമായ വീട്, അൽ മസ്കനുൽ വാസിഅ. അപ്പൊ ഞാൻ അവിടെ നിന്നാണ് തുടങ്ങിയത്. നമ്മൾ ഇവിടുന്ന് അതുവരെയുള്ള വലിയ റൂം, വല്ല ഷട്ടിൽ കോർട്ടിനെ പോലുള്ള റൂമുകൾ, അതാണോ വിശാലമായ വീട് എന്ന് പറഞ്ഞാൽ? അല്ല. മനസ്സിന് വിശാലതയുള്ള വീട്. ഞാൻ ഒരിക്കലൊരാളുടെ വീട്ടിൽ പോയി, നമ്മൾ അങ്ങോട്ട് ചെന്നപ്പോ നമുക്ക് തോന്നിപ്പോയി ഇത് ഭയങ്കര എടുക്കാണല്ലോ. മൂപ്പരിനോട് അൽഹംദുലില്ലാ, എന്തൊരു സൗകര്യാന്നറിയ എന്റെ വീട്ടിൽ. നമുക്ക് തോന്നൂല അങ്ങനെ. അത് ഈമാന്റെ കുറവാ. നമുക്ക് എത്രയായാലും മനുഷ്യന്റെ സന്തോഷം എന്ന് പറഞ്ഞാൽ അതിന് അല്പായുസേ ഉള്ളൂ. ഒരു സ്വിഫ്റ്റ്, ഒരു ആൾട്ടോ കാർ എടുത്താൽ 1 മാസം കഴിഞ്ഞു, 2 മാസം കഴിഞ്ഞു അത് സ്വിഫ്റ്റ് ആക്കണം. അത് കഴിഞ്ഞാൽ അത് അതിനേക്കാളും വലുതാക്കണം. അത് കഴിഞ്ഞാൽ 4 മാസം കഴിഞ്ഞാൽ അത് അതിനേക്കാളും വലുതാക്കണം. താഴോട്ട് നോക്കില്ല, മുകളിലേക്കേ നോക്കുള്ളൂ. എന്നതുപോലെ തന്നെയാണ് വീടിന്റെ കാര്യവും. ഒരാളുടെ വിജയം എന്താണ്? അൽ മസ്കനുൽ വാസിഅ. ആ വീട്ടിൽ അല്ലാഹു അനുഗ്രഹം പെയ്തു തരും. പരീക്ഷണങ്ങളിൽ നിന്ന് അല്ലാഹു ആ വീടിനെ കാക്കും. അതാണ് ഒരാളുടെ വിജയത്തിന്റെ അടയാളം. പിന്നെയോ വൽ ജാറുസ് സ്വാലിഹ്, നല്ല അയൽവാസി, അവന് ഗുണം ചെയ്യുന്ന അയൽവാസി, ഉപദ്രവിക്കാത്ത അയൽവാസി. വൽ മർകബുൽ ഹനീ, അവന് ശാന്തമായ ഒരു വാഹനം. അങ്ങനെ ഒരാൾക്ക് കിട്ടുന്ന അനുഗ്രഹമാണ്. ഇപ്പൊ നല്ല വാഹനം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അവന്റെ ആവശ്യത്തിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന വാഹനം. ചില ആൾക്കാരുണ്ട്, വാഹനം വാങ്ങി അന്ന് തന്നെ കൊണ്ടുപോയിട്ട് ഒരു പോസ്റ്റിന് കുത്തി. പോസ്റ്റ് പറഞ്ഞാൽ ഇലക്ട്രിക് പോസ്റ്റ് ഉണ്ടാവില്ലേ, അതിനുകൊണ്ടുപോയിട്ട് കുത്തി. ആ പോസ്റ്റ് നന്നാക്കാനും വാഹനം നന്നാക്കാനും എല്ലാം കൂടെ ആയിട്ട് ആ വാഹനത്തെക്കാളും വലിയ കാശ്. യാ അല്ലാഹ്, അല്ലാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. അങ്ങനെ അതവൻ നന്നാക്കിയിട്ട് പിറ്റേ ദിവസം റിവേഴ്സ് എടുക്കുമ്പോ അതിന്റെ ബാക്ക് വേറൊരു സ്ഥലത്ത് പോയിട്ട് അങ്ങനെ ഉണ്ടാവും. എന്താ ചെയ്യാൻ? എന്താ അങ്ങനെ ഉണ്ടാവുക? പറയുന്ന കാര്യം എന്താണ്? അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹദീസിൽ പറയുന്നുണ്ട്, ചില ആളുകൾക്ക് അശ്ശുഉമു ഫിദ്ദാർ, ചിലപ്പോ ചില വീടുകളിൽ അല്ലാഹു തആല അവലക്ഷണം തരുന്നു. എല്ലാ വീടും ഒരേപോലെയാണെന്നല്ല. ചിലപ്പോൾ ചില വീട്ടിൽ നമ്മൾ താമസിച്ചു തുടങ്ങുമ്പോ ഒരു സുഖമില്ല, അവിടെ ഒരു സൗകര്യമില്ല, നമുക്ക് അങ്ങനെ തോന്നുകയാണ്. മാനസികമായിട്ട് നമുക്ക് അങ്ങനെ തോന്നുകയാണെങ്കിൽ ചില വീടുകൾക്ക് അങ്ങനെ ഉണ്ടാവും, ചില വാഹനങ്ങൾക്ക് അങ്ങനെ ഉണ്ടാകും.
ചില ഇണകൾക്ക് അങ്ങനെ ഉണ്ടാവും. റസൂലുള്ള പറഞ്ഞ കാര്യമാണ്. ചിലപ്പോ അങ്ങനെ ഉണ്ടാവൂലേ? സംഭവം ഉണ്ട് അങ്ങനെ. നമ്മൾ അന്വേഷിച്ചാ പറയും ത്വലാഖവരായി, അവർ പരസ്പരം ഡൈവോഴ്സ് ആയി പോയി. എന്താ കാരണം എന്ന് ചോദിച്ചാൽ രണ്ടാളും കാരണം പറയില്ല. അവസാനം രണ്ടാളും കാരണം പറയാതെ എന്തായിരിക്കും കാരണം? മനപ്പൊരുത്തല്ല. അപ്പൊ അതിനുള്ള മാർഗം അത് തന്നെ. എന്ത്? ആ വീട് ഒഴിവാക്കുക, അതുപോലെ തന്നെ ആ വാഹനം ഒഴിവാക്കുക, അതുപോലെ ഒരു പക്ഷേ അവർ വൈവാഹിക ബന്ധം വിച്ഛേദിക്കേണ്ടി വരും. അവർക്ക് അങ്ങനെ പൊരുത്തമില്ല എങ്കിൽ വീടിന് നമ്മൾ സ്ഥാനം നോക്കുമ്പോൾ ചില ആളുകൾ പറയാറുണ്ട്, തോന്നുന്നിടത്തങ്ങ് വീട് വെക്കാമല്ലോ. പറ്റില്ല, ഓരോന്നിനും ഓരോ സ്ഥാനമുണ്ട്. നമ്മൾ വെള്ളത്തിന് സ്ഥാനം നോക്കാറില്ലേ? അല്ലേ? നമ്മൾ തോന്നുന്നിടത്തൊക്കെ വെള്ളം കുഴിച്ചാൽ വെള്ളം കിട്ടൂലല്ലോ. വീടിന് സ്ഥാനം നോക്കാറുള്ളത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് സ്വഹാബികൾ പറയുകയാണ്, നബി തിരുമേനി മൂത്രമൊഴിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ ആ മൂത്രമൊഴിക്കുന്ന ഇടം നോക്കുമായിരുന്നു. കമാ യർതാദു മൻസിലാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു വീടിന് സ്ഥാനം നോക്കുന്നത് പോലെ അങ്ങനെ അല്ലാഹു തആല എല്ലാം കൊണ്ടും അങ്ങനെ ഒരു വീട് നൽകിയാൽ മുഅ്മിനീങ്ങളെ തോന്നുന്നത് പോലെ വീടുണ്ടാക്കുക എന്നുള്ളതല്ല. നമ്മൾ ഹജ്ജിനെ സംബന്ധിച്ച് പറയാറുണ്ടല്ലോ, ഇത് പുതിയ സഹോദരന്മാർക്കും സഹോദരിമാർക്കുമാണ്, പ്രത്യേകിച്ച് യുവാക്കളായവർക്കാണ്. നമ്മുടെ ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ഒരു ട്രെൻഡ് എത്രയും പെട്ടെന്ന് വീടുണ്ടാക്കുക എന്നുള്ളതാണ്. വീട് അഹങ്കാരത്തിന്റെ ചിഹ്നമാകരുത്. എത്രയും വേഗം വീടുണ്ടാക്കുക. ഞാന് ഈ കഴിഞ്ഞ ആഴ്ച ഞാൻ എൻ്റെ വീട്ടിൽ പോയി. പുതിയൊരു വീട് ഉദ്ഘാടനമാണ്. വീടുദ്ഘാടനത്തിന് പോയിട്ട് പുതിയ വീടുണ്ടാക്കുകയാണ്. മക്കളാരും കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. അപ്പൊ എന്നോട് പറയാണ്, ഇത് ഇവനുള്ളതാ മോൻ, ഒരു ചെറിയ മോൻ, ഇത് ഇവനുള്ളതാ. എന്നിട്ട് പറഞ്ഞു, ആ രണ്ട് സ്ഥലതാ, അവിടെയും കൂടെ മറ്റേ ഇവനും കൂടെ വീട് വെക്കാനുള്ള ഇപ്പൊ തന്നെ വാപ്പ തീരുമാനിച്ചു വെച്ചിരിക്കുക. എന്തിന്? നമ്മൾ ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിന്റെ ഒരു പരാജയമാണ്. കാലഘട്ടത്തിലെ ജനങ്ങളുടെ മാനസികാവസ്ഥയാണ്. എന്റെയൊക്കെ ചെറുപ്പത്തിൽ തന്നെ നമ്മളുടെയൊക്കെ വീട്ടില് എത്ര അംഗങ്ങളായിരുന്നു. ചെറുപ്പത്തിൽ എന്നല്ല, ഈ സമയം അടുത്ത് വരെ ഒരുപാട് അംഗങ്ങൾ. എന്തൊരു രസാണത്, പരസ്പരം പങ്കുവച്ചും ചിരിച്ചും കളിച്ചും. എന്നാൽ ഇന്നോ ഒറ്റപ്പെട്ടപ്പോ എന്തായി? വൃദ്ധയായ മാതാവ് വേണ്ട, പ്രായമേറിയ മാതാവ് വേണ്ട. ഉമ്മക്ക് പ്രായമായാൽ അതുകൊണ്ട് ഗുണമില്ലല്ലോ. വാപ്പക്ക് പ്രായമായാൽ ആ വാപ്പയെ കൊണ്ട് യാതൊരു വരുമാനവുമില്ലല്ലോ. പുതിയ മക്കൾ അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ അത് നമ്മൾ ചെറുപ്പത്തിൽ അവർക്ക് വളം നൽകിയതാണെന്ന് മറക്കണ്ട. ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട വേദനാജനകമായ ഒരു വാർത്ത നിങ്ങൾ കണ്ടില്ലേ? വിദ്യാസമ്പന്നൻ എന്ന് കരുതിയിരുന്നയാൾ, വിദ്യ കൊണ്ട് എല്ലാം നേടിയെന്ന് കരുതിയിരുന്ന ഒരാൾ സ്വന്തം അമ്മയെ താമസിക്കുന്ന ഫ്ലാറ്റിന്റെ മുകളിലേക്ക് കൊണ്ടുപോയി താഴേക്ക് വലിച്ചെറിഞ്ഞ ഒരു കാഴ്ച നമ്മൾ കണ്ടു. അറസ്റ്റ് ചെയ്തു, പോലീസ് പിടികൂടി. ആ ദൃശ്യം കണ്ട് നമ്മുടെ കണ്ണ് നനഞ്ഞുപോയി. വൃദ്ധയായ അമ്മക്ക് നടക്കാൻ കഴിയുന്നില്ല, ദിവസങ്ങളായി രോഗിയാണ്. വിദ്യാസമ്പന്നയായ ഭാര്യയുടെ സഹായത്തോടെ ഈ ചെറുപ്പക്കാരൻ തന്റെ അമ്മയെ മുകളിലേക്ക് ഇങ്ങനെ വഹിച്ചു കൊണ്ടുപോവുകയാണ്. എന്നിട്ട് താഴേക്ക് തള്ളിയിടുകയാണ്. ആ കാഴ്ച കാണുമ്പോ നിലത്തുറക്കാത്ത പാദങ്ങളുമായി പാലൂട്ടി തേനൂട്ടി വളർത്തിയ മകൻ തള്ളിക്കൊണ്ടുപോകുന്ന ദൃശ്യം കാണുമ്പോ ആരുടെ കണ്ണാണ് മുഅ്മിനെ നനയാതിരിക്കുക? ആ ചെറുപ്പക്കാരൻ അമ്മയെ തള്ളിയിട്ടു, വീട്ടിൽ വന്ന് കതകടച്ചു. അമ്മ വീണു. താഴെ നിന്ന ആളുകൾ ഇയാളുടെ റൂമിൽ വന്ന് പറയുന്നുണ്ട്, നിങ്ങളുടെ അമ്മ വീണിരിക്കുന്നു. ഇയാൾ റൂമിൽ നിന്നിറങ്ങിയിട്ട് അമ്മയെ നോക്കാൻ പോയി. എന്തൊരു കാപട്യമാണ്. എന്നിട്ട് അമ്മയെ കൊണ്ടുപോയി സംസ്കരിച്ചിട്ട് കുറെ ദിവസം കഴിഞ്ഞിട്ടാണ് CCTV-യിൽ ഇയാൾ അമ്മയെ തള്ളിയിട്ട് മുകളിലേക്ക് കൊണ്ടുപോകുന്നത് കാണുന്നത്. ഇത് വെറുതെ ഉണ്ടാവുമല്ല, ഇത് മക്കൾക്ക് അങ്ങനെ ഒരു മാനസികാവസ്ഥ വളരെ ചെറുപ്പം മുതൽ തന്നെ ഒറ്റക്ക് നിനക്കുള്ള വീട്
വീട്, നിനക്കുള്ള സൗകര്യങ്ങൾ. വലിയ വീടുണ്ടാക്കുമ്പോ ആ വീട്ടിലോ ആളുകൾ വളരെ കുറവാണ്, പിന്നെ എന്തിനത്ര വലിയ വീടുണ്ടാക്കി? ആഡംബരത്തിന്, മറ്റുള്ളവരുടെ മുമ്പിൽ പൊങ്ങച്ചം നടിക്കാൻ. ഇത് പരാജയത്തിന്റെ അടയാളമല്ലാതെ മറ്റെന്താണ്? അതുകൊണ്ട് ഞാൻ പുതിയ തലമുറയോട് പറയുകയാണ്, നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഉമ്മ ബാപ്പമാരോട് പിണങ്ങിയിട്ട് വീടുണ്ടാക്കല്ലേ, ജ്യേഷ്ഠാനുജന്മാരോട് തെറ്റിയിട്ട് വീടുണ്ടാക്കല്ലേ. വീട് ആവശ്യത്താൽ ഉണ്ടാകേണ്ടതാണ്, ആവശ്യമാണെങ്കിൽ ഉണ്ടാക്കേണ്ടതാണ്. ആവശ്യമെന്ന് തോന്നിയാൽ ഉണ്ടാക്കുന്ന സമയത്ത് ഉമ്മയുടെയും ബാപ്പയുടെയും പൊരുത്തം മാത്രമല്ല, ഹജ്ജിന് പോകുമ്പോൾ നമ്മൾ പറയുന്നത് പോലെ മുശാവറ ചെയ്യൽ അനിവാര്യമാണ്. ഞാൻ അങ്ങനെ ഒരു വീടുണ്ടാക്കാൻ പോകുന്നു, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അപ്പൊ ചോദിക്കും, അത് എവിടെയാണ്, അതിന് എത്ര ബെഡ്റൂം വേണം, അതിൽ എന്തൊക്കെ വേണം, എന്തൊക്കെ സൗകര്യങ്ങൾ വേണം. അങ്ങനെ നമ്മൾ വീടുണ്ടാക്കുമ്പോ ആ വീട്ടിലേക്ക്, ആ വീടിന്റെ ഒരു ഭാഗത്തേക്കും ഹലാലല്ലാത്ത ഒരു ധനവും കയറല്ല മുഅ്മിനേ. ഹൗസ് ലോൺ കിട്ടാനുണ്ട്, പോകല്ലേ. എന്തൊക്കെയാണ് എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? വീട് എന്ന് പറഞ്ഞാൽ നമുക്ക് സമാധാനിക്കാനുള്ളതാണ്. ഉള്ള സമാധാനം പോകുന്ന അവസ്ഥ ഉണ്ടാവരുത്. വീടുമ്മ തൊട്ട് കളിക്കരുത്. വീടുണ്ടാക്കുന്ന സമ്പാദ്യം ഹജ്ജിന് പോകുമ്പോ പറയുന്നത് പോലെ തന്നെ ഹലാലായ സമ്പാദ്യം. അങ്ങനെ വീടിന്റെ ആ ആരംഭം നമ്മൾ കുറിക്കുമ്പോ അതിലേറ്റവും ഉത്തമരായ ആളുകളെ നമ്മൾ അതിന്റെ തുടക്കത്തിൽ തന്നെ കൊണ്ടുവരണം. അതിന്റെ ശില വളരെ പ്രധാനമാണ്. തറക്കല്ലിടാന്നൊക്കെ പറയും. എല്ലാ കാര്യവും നമ്മൾ നോക്കണം. അത് നല്ലൊരു അതുമായി ബന്ധപ്പെട്ടിട്ട് നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ അതിന്റെ ഓരോ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കണം. നമുക്കൊരു വീടുണ്ടാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേവലം നമ്മുടെ മാത്രം ഒരു സൗകര്യം സുഖമല്ല. അതിലെ ഓരോരുത്തർക്കും അതിന്റെ ഗുണങ്ങൾ കിട്ടും. അതിന്റെ കോൺട്രാക്ടർക്ക് കിട്ടും, അതിന്റെ പണിക്കാർക്ക് കിട്ടും. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ അതൊക്കെ ഒരു സവാബ് കിട്ടുന്ന കാര്യം. തുടക്കം വളരെ നന്നാവണം. ഒരു വീടുണ്ടാക്കുമ്പോൾ അതിൽ ഒന്നാമത്തെ കാര്യം, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ ഒന്ന്, ഒരു വീടിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം ഏതാണ്? അതിന്റെ ബെഡ്റൂമാണ്. ബൈത്ത് എന്നാണ് വീടിനെ അറബി പറയാ. ബാത്ത, രാത്രി താമസിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. ഏറ്റവും പ്രധാനപ്പെട്ടത് അതാണ്. ആ ബെഡ്റൂം നമ്മൾ ഖിബിലയിലേക്ക് തിരിഞ്ഞു കിടക്കാവുന്ന സൗകര്യത്തിൽ സംവിധാനിക്കേണ്ടതാണ്. വിശാലമായ രീതിയിൽ നമുക്ക് കിടക്കാൻ കഴിയുന്ന രീതിയിൽ സജ്ജീകരിക്കേണ്ടതാണ്. അകത്ത് നിന്ന് പുറത്ത് നിന്ന് നോക്കിയാൽ അകത്ത് കാണാൻ, അകം കാണാൻ കഴിയാത്ത രീതിയിൽ സജ്ജീകരിക്കേണ്ടതാണ്. ആലോചിക്കുക, അറ്റാച്ച്ഡ് ബാത്റൂമുകൾ ഉള്ള സംവിധാനങ്ങളുണ്ട്. ബാത്റൂം എന്ന് പറയുന്നത് നമ്മൾ കുളിക്കാനും വിസർജിക്കുവാനും ഉപയോഗിക്കുന്ന സ്ഥലമാണ്. അത് ഏറ്റവും വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ട ഒരിടമാണ്. നമ്മൾക്കിന്ന് ബാത്റൂമും ബെഡ്റൂമുകളെ പോലെ തന്നെയാണ്. അകത്ത് ബാത്റൂമായപ്പോൾ ബാത്റൂമിനോട് പാലിക്കേണ്ട മര്യാദകളൊന്നും പാലിക്കാത്ത ഒരവസ്ഥ വരുന്നു. ശ്രദ്ധിക്കണേ. എന്തിനാണ് വെറുതെ നമ്മൾ കൂലി നഷ്ടപ്പെടുത്തുന്നത്? ചെരുപ്പിട്ട് പോകണം, നല്ല വൃത്തിയായിരിക്കണം. വീടിന്റെ പരിസരത്ത് ഞാൻ ഒന്നാമതായിട്ട് പറയട്ടെ, നമ്മുടെ വീടിന്റെ പരിസരങ്ങൾ വളരെ വൃത്തിയാവുക. വീടിന്റെ അകവും പുറവും നല്ല ശുദ്ധമായ വായുവും ശുദ്ധമായ ഗന്ധവും അവിടെ ഉണ്ടായിരിക്കുക. ചില ആളുകളുടെ വീട്ടിലേക്ക് അങ്ങ് കയറി ചെന്നാൽ നമുക്ക് അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ കഴിയും ഇവരുടെ വീടിന്റെ വൃത്തിയും വീടിന്റെ പരിസരത്തിന്റെ വൃത്തിയും. ചെന്ന് കയറുമ്പോ തന്നെ മനസ്സിലാവും ഇവിടെ എന്താ വല്ല ബോംബാക്രമണേറ്റ് നടന്നോ? കാരണം ഒരു ചെരുപ്പ് അവിടെ, ഒരു ചെരുപ്പ് ഇവിടെ, മറ്റൊരു ചെരുപ്പ് ഇവിടെ, വേറെ ചെരുപ്പ് മുറ്റത്തിന്റെ ആ തലക്ക്. വല്ല ബോംബാക്രമണം എന്തെങ്കിലും നടന്നാൽ അവിടെ കാണൂലേ കുറെ ചിത്രങ്ങൾ? അതുപോലെ. പിന്നെയോ ഒരു വൃത്തി ഉണ്ടാവൂല. ചെന്ന് കയറുന്നിടത്ത് തന്നെ കാണാം ഒന്ന് ഇവിടെ, അത് മറ്റേ. ഞാൻ പറയട്ടെ, വീടിന്റെ പരിസരം അതൊക്കെ വളരെ വൃത്തിയായിരിക്കണം. മുഅ്മിൻ എന്ന് പറയുന്നയാള് ഏറ്റവും ശ്രദ്ധയും സൂക്ഷ്മതയുള്ള ആളാണ്. അല്ലേ? സഹോദരിമാരൊക്കെ ആ വിഷയത്തിൽ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ വീട്ടിൽ ശ്രദ്ധിക്കേണ്ട കുറെ സാധനങ്ങൾ ഉണ്ടാവും. ഉദാഹരണം പറയട്ടെ, വീട്ടിൽ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാവും ഒരുപാട്.
ആധാർ കാർഡ് തന്നെ ഉണ്ടാവും. എന്റെ വീട്ടിൽ തന്നെ 5 ആളുകളുടെ ആധാർ കാർഡ്, 5 ആളുകളുടെ ഐഡന്റിറ്റി കാർഡുകൾ, അതിനനുസൃതമായിട്ട് സ്കൂളിലെ സർട്ടിഫിക്കറ്റുകൾ, അതുപോലെയുള്ള ഓരോന്നുണ്ടാവും. കറണ്ടിന്റെ ബില്ല് വരും, അതുപോലെ വാട്ടറിന്റെ ബില്ല് വരും, ഇങ്ങനെ ഒരുപാട്. അതുപോലെ ടിവിയുടെ, ഫ്രിഡ്ജിന്റെ, ഇങ്ങനെയുള്ള സാധനങ്ങളുടെ ഒക്കെ കാർഡുകൾ ഉണ്ടാവും. ഞാനൊരു മുഅ്മിനോട് പറയാണ്, ഓരോന്ന് ചോദിക്കും, അതിപ്പോ എവിടെ വെച്ചത്, അതിപ്പോ എവിടെയായിരുന്നു. ഒരു മുഅ്മിനെ ചോദിക്കാൻ പാടില്ല, അവൻ കൃത്യതയുള്ള ആളാണ്. എങ്ങനെ ഒരു ഫയലിൽ ഇതാക്കുക, എവിടെയാണെന്നത് ചോദിക്കുന്ന സമയത്ത് ആ ഫയൽ എടുക്കുക. ആരുടെ ആധാർ കാർഡ് ആണെങ്കിൽ അത്, മിക്സിയുടെ ആ ഒരു വാറന്റി കാർഡ് ഉണ്ട്, അതാണെങ്കിൽ അത്. ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ന് പോയിട്ട്, സമയമില്ലെങ്കിൽ നാളെയെങ്കിലും നിങ്ങൾ അതിനു വേണ്ടി സമയം മെനക്കെടുത്തണം. അല്ലേ? പരിസരം എന്ന് പറഞ്ഞാൽ നല്ല വൃത്തിയുള്ള പരിസരം. അതെങ്ങനെ? പൂക്കളെ സൃഷ്ടിക്കുക, പൂക്കളെ പരിപാലിക്കുക, പൂച്ചെടികളെ ഉണ്ടാക്കുക എന്നത് ഞാനും നിങ്ങളും ചെയ്യേണ്ട ഏറ്റവും വലിയ ഒരു ദൗത്യമാണ്. ഇന്നൊക്കെ അതിന് എവിടെ സമയം? ഇന്ന് മണ്ണില്ല, അത് പോട്ടെ, മണ്ണിൽ ചവിട്ടാൻ കഴിയില്ല. കാരണം മണ്ണൊക്കെ പരമാവധി ഇന്റർലോക്ക് ഒരു 50% പറയുന്നുള്ളൂ. നമ്മുടെ പഴയ കാലത്തുള്ള ഈ ഇരിക്കുന്ന സഹോദരിമാരൊക്കെ അവരുടെ ചെറുപ്പകാലങ്ങളിൽ അവിടെ ഒരു ഹോബി ആയിരുന്നു ചെടി നടുക എന്നുള്ളത്. ഇന്നത്തെ കുട്ടികൾക്ക് എന്ത് ചെടി നടണം, ചെടി നനക്കണം. റോസാപ്പൂക്കളും മല്ലികയും ചമ്പകവും ഇങ്ങനെയൊക്കെയുള്ള പൂക്കൾ നമ്മുടെ വീടിന്റെ ചുറ്റുപാടുകളിൽ ഉണ്ടാകണം. നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും, ഓ ഇയാളിപ്പോ ഞാൻ എന്റെ വീട്ടിൽ ഞാൻ ഒരുപാട് പൂച്ചട്ടികളൊക്കെ കൊണ്ടുപോയി കുറെ പൂക്കളെ വളർത്താൻ വേണ്ടി ശ്രമിക്കുന്ന ഒരാളാണ്. മക്കളെയൊക്കെ എല്ലാ ദിവസവും നനക്കാൻ വേണ്ടിയിട്ട് ഞാൻ പ്രേരിപ്പിക്കുന്ന ആളാണ്. സ്കൂളുകളിൽ നിന്ന് വിത്ത് കിട്ടും. ആ വിത്തുകളൊക്കെ കുട്ടികൾ തന്നെ വളർത്തും. തമാശയല്ല, ഇത് അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ കൂലി വാഗ്ദാനം ചെയ്തയാളാണ്. കൂലി വാഗ്ദാനം ചെയ്ത സംഗതികളാണ്. റസൂലുള്ളാഹി പറയുന്നു, ഖിയാമത്ത് നാൾ ഉണ്ടാകുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ഇനി ഒരു സമയവുമില്ല. നിങ്ങളുടെ കയ്യിൽ ഒരു ചെറിയ ചെടിയേ ഉള്ളൂ എങ്കിൽ ആ ചെടി നിങ്ങൾ നടണം എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചെടി നമ്മൾ നനക്കുക, പൂക്കൾ ഉണ്ടാവട്ടെ, വരുന്ന ആളുകൾക്ക് കണ്ണിന് കുളിർമയുണ്ടാകട്ടെ, ആസ്വാദനം ഉണ്ടാവട്ടെ, നല്ല ശുദ്ധവായു. സഹോദരിമാരോടൊന്നും കൂടെ പറയാണ്, നമ്മൾ ഈ അടുക്കളയുടെ ഭാഗങ്ങളിലെങ്കിലും ഇനി മണ്ണും സ്ഥലമൊന്നും ഇല്ലെങ്കിൽ ചെറിയ ചട്ടികൾ വാങ്ങിയിട്ട് അതിലെങ്കിലും ഒരു 4-5 സാധനങ്ങളെങ്കിലും ഒന്ന് കൃഷി ചെയ്യുക. ഒരു 2 വെണ്ടക്ക. അതുകൊണ്ട് നമുക്ക് കറി ഉണ്ടാക്കാൻ കഴിഞ്ഞോളുന്നില്ല. അതൊക്കെ നമ്മുടെ വീടിന്റെ പരിസരത്തിൽ കാണിക്കേണ്ട നമ്മുടെ വിശ്വാസത്തിന്റെ ഒരു പ്രകാശമാണ്. അതിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക, ഒരു 2 വാഴ വെക്കുക, അതിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക, അതിന് വളം ഇട്ട് കൊടുക്കുക, നമ്മൾ 2 പയറെങ്കിലും കുത്തിയിടുക. അതുപോലെ നല്ല തക്കാളി, അതുപോലെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പച്ചക്കറിയായിട്ട് ഉപയോഗിക്കുന്ന കുമ്പളം പോലെയുള്ള, മത്തൻ പോലെയുള്ള സാധനങ്ങൾ നമ്മൾ കുത്തിയിട്ട് കഴിഞ്ഞാൽ അതിലെ പലതിന്റെയും ഇലകൾ ഉപയോഗിച്ച് നമുക്ക് നല്ല കറി ഉണ്ടാക്കാം. തന്നെയുമല്ല, അതൊക്കെ ഉള്ള വീടുകൾ എന്ന് പറയുന്നത് നല്ല ശുദ്ധമായ വായു ഉള്ള വീടായിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത് ബെഡ്റൂം ഏറ്റവും പ്രാധാന്യമുള്ള ഒന്നാണ്. രണ്ടാമതായി വീടിലെ പ്രാധാന്യമുള്ള ഒന്ന് ആ വീട്ടിന്റെ ഗസ്റ്റ് റൂമാണ്. അതിഥിയെ മാനിക്കുക, അതിഥിയെ സൽക്കരിക്കുക എന്നത് ഒരു വിശ്വാസിയായ മനുഷ്യന് ഏറ്റവും വലിയ ബാധ്യതയായി അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കിയത് എന്താ മനസ്സിലാക്കിയത്? നല്ല ഭക്ഷണം അതിഥി എന്തെങ്കിലും വരുന്നതിന് മുമ്പ് അല്ല, അതിഥിയെ കാത്തിരിക്കുകയാണ് ഒരു വിശ്വാസിയുടെ വീട്. അതിനെന്തായി? നല്ലൊരു ഓഫീസ് റൂം, നല്ലൊരു സെറ്റി. നമ്മുടെയൊക്കെ വീടുകളില്ലേ ആകെ കൊല്ലത്തിലൊരു അതിഥിയെ വരുള്ളൂ. അതിഥിയെ ബഹുമാനിക്കണമെന്ന് ഞാൻ ഉദാഹരണം പറയാ. ഇപ്പൊ നിങ്ങൾ മറുപടി പറയില്ല, അത്ര ദൂരമായതുകൊണ്ട്. എന്നാലും നമ്മളെ മൈക്കക്കാരനും പറയില്ല. എന്താ മൈക്കക്കാരന്റെ പേരെന്താണ്? അതും കേൾക്കൂല. എന്താണ് നമ്മളെ പേരനെ? മാഷാ അല്ലാഹ്, അതുകൊണ്ട് ഇങ്ങോട്ട് പേരും ചോദിക്കണം. അപ്പൊ അൻവർ, നമ്മളൊരു സാധാരണ ചായ കുടിക്കുകയാണെങ്കിൽ നമ്മൾ എത്ര പഴംപൊരി തിന്നും? ഭയങ്കര ചോദ്യമായി പോയല്ലേ. ഒന്നിലേറെ തിന്നോ? ഒരു പഴംപൊരി തിന്നും. പക്ഷേ നമ്മളൊരു ഗസ്റ്റ് ആയിട്ട് ഒരു വീട്ടിലേക്ക് ചെല്ലുമ്പോ ഒരു ചായയും ഒരു പഴംപൊരിയും താങ്കൾക്ക് എവിടുന്നെങ്കിലും കിട്ടിയിട്ടുണ്ടോ?
ഇല്ലല്ലോ. ഞങ്ങനെ കിട്ടിയുള്ള പേര് ഇപ്പൊ പറയാം, ഇപ്പൊ തന്നെ ശരിയാക്കാം. കിട്ടൂല. അവിടെ എന്തുണ്ടാവും? ഒരു പാത്രത്തിൽ ഒരു 10 പഴംപൊരി. ചെറുപ്പക്കാരൊക്കെ വേണമെങ്കിൽ പെണ്ണ് കാണാൻ പോണത് ആലോചിച്ചാൽ മതി. യാ റബ്ബ് അല്ലേ? പഴംപൊരി ഉണ്ടാവും, ചിപ്സ് ഉണ്ടാവും. നമുക്ക് ആകെ അതിൽ നിന്ന് 2 or 3 ചിപ്സേ ആവശ്യം ഉണ്ടാവുള്ളൂ. അതാണ് അതിഥിയെ ബഹുമാനിക്കുന്നതിന്റെ രൂപം എന്ന് പറയുന്നത്. മുഅ്മിൻ അതിഥിയെ കാത്തിരിക്കാൻ, അവന്റെ വീട്ടിൽ അവൻ ഗസ്റ്റുകൾക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങൾ, അവർക്കുള്ള കസേരകൾ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ, അല്ലാഹു അവസരം നൽകുമാറാകട്ടെ. ഉള്ളവർ ഉള്ളതിനനുസരിച്ച്. അല്ലാഹുവിന്റെ റസൂലിന് വലിയ വീടുകൾ ഉണ്ടായിരുന്നില്ലല്ലോ. അല്ലാഹുവിന്റെ റസൂലിന്റെ വീടുകളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇന്ന് ഞാനും നിങ്ങളുമൊക്കെ വലിയ വലിയ വീടുകളിൽ താമസിക്കുമ്പോ, വലിയ നല്ല മനോഹരമായ കട്ടിലുകളിൽ കിടന്നുറങ്ങുമ്പോ, തിരിയുമ്പോഴും മറിയുമ്പോഴും യാതൊരു അസൗകര്യവും അനുഭവപ്പെടാത്ത വീടുകളിൽ നമ്മൾ കിടന്നുറങ്ങുമ്പോ അള്ളാഹുവിന്റെ ഹബീബിന്റെ വീടുകളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടില്ലയോ? പരിശുദ്ധമായ മദീന പള്ളിയോട് ചേർന്നിട്ടായിരുന്നു നബി തിരുമേനിയുടെ വീടുകൾ. അവർ ഒന്ന് കൈപൊക്കിയാൽ അള്ളാഹുവിന്റെ റസൂലിന്റെ വീടിന്റെ മുകൾ ഭാഗത്ത് തട്ടുമായിരുന്നു മുഅ്മിനേ. അള്ളാഹുവിന്റെ ഹബീബിന്റെ വീടിന്റെ ചുമരുകൾ വളരെ ചെറുതായിരുന്നു, അതിന്റെ മുകൾ ഭാഗം വളരെ ചെറുതായിരുന്നു. ആ വീടുകളിൽ സാധാരണയായിട്ട് യാതൊന്നും ഉണ്ടായിരുന്നില്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ വീടിന്റെ വിസ്തീർണം 6-7 മുഴമായിരുന്നു. അതിന്റെ മുകളിൽ പലപ്പോഴും അതിന്റെ വാതിലിൽ തലമുട്ടുമായിരുന്നു. മണ്ണിന്റെ ചുമരായിരുന്നു. ആ വീട്ടിലുണ്ടായിരുന്നതോ ഒരോലപ്പായ, ഒരു നാരിന്റെ തലയിണ. അവൻ നബി സാധാരണ അതിലിരിക്കും. അതിഥികൾ വന്നാൽ അള്ളാഹുവിന്റെ റസൂല് ആ തലയിണ അതിഥിക്ക് വെച്ചു കൊടുക്കുകയും അവിടുന്ന് നിലത്തിരിക്കുകയും ചെയ്യുമായിരുന്നു. നബിയുടെ വീട്ടിൽ ഒരു കണ്ണാടി ഉണ്ടായിരുന്നു. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കലും തന്റെ വീട് അഹങ്കാരത്തിന്റെയോ പൊങ്ങച്ചത്തിന്റെയോ ആക്കിയില്ല. കാലങ്ങളോളം സ്വഹാബികൾക്ക് ആ വീട് മതിയായിരുന്നു. റസൂലുള്ളാഹിന്റെ ഓർമ്മകൾ ആ വീട് കാണുമ്പോൾ അവരുടെ ഹൃദയത്തിൽ മുഴങ്ങി വരുമായിരുന്നു. ഹിജറ വർഷം 87 വലീദ് ഇബ്നു അബ്ദുൽ മലിക്കിന്റെ കാലഘട്ടത്തിൽ ആ വീടുകൾ പൊളിച്ചു മാറ്റാൻ വേണ്ടി വലീദ് തീരുമാനിച്ചപ്പോൾ സ്വഹാബികളും റസൂലുള്ളാഹിനെ ഇഷ്ടപ്പെടുന്ന വിശ്വാസികളും മദീന പള്ളിയുടെ ചുറ്റുഭാഗത്തും വന്നു. അവർ വാവിട്ട് കരഞ്ഞുപോയി. ചില ആളുകൾ ബോധരഹിതരായി വീണുപോയി. കാരണം ആ ചുവരുകൾ നമ്മുടെ വീടിന്റെ ചുമരുകൾ പോലെയല്ലല്ലോ. ആ വീടുകൾ റസൂലുള്ളാഹിന്റെ ചുമരുകളാണല്ലോ. അവിടുത്തെ ശരീരത്തിന്റെ ഗന്ധം ആവാഹിക്കാൻ കഴിഞ്ഞ, അവിടുത്തെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങൾക്കും മൂകസാക്ഷിയായ ആ വീടിന്റെ മണൽത്തരികൾ പൊഴിഞ്ഞു വീഴുമ്പോ, അതിന്റെ മുകൾ ഭാഗം തകർന്നു വീഴുമ്പോ വാവിട്ട് നിലവിളിച്ച സ്വഹാബികൾ ബഹുമാനപ്പെട്ട സയ്യിദുനാ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ ആഗ്രഹിച്ചു പോയി റസൂലുള്ളാഹിന്റെ വീടുകൾ ഇവിടെ നിന്നിരുന്നുവെങ്കിൽ പിൻഗാമികളായ ആളുകൾക്ക് അറിയാമായിരുന്നു എങ്ങനെയാണ് ഹബീബായ നബി തിരുമേനി ജീവിച്ചത് എന്ന്. അപ്പൊ ഉള്ളതിനനുസരിച്ച് അതിഥിക്ക് കൊടുക്കുക. നമ്മുടെ വീടുകളിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊന്ന് പ്രധാനപ്പെട്ട ഒന്ന്, ആ വീടുകളിൽ നിസ്കരിക്കാനുള്ള ഒരു സ്ഥലം നമ്മൾ കൃത്യമാക്കുക എന്നുള്ളതാണ്. പഴയ വീടുകളിലൊക്കെ ഉണ്ടാവും നിസ്കാര മുറി, നിസ്കാര റൂം. ഇനി ഇപ്പതില്ല എന്നുണ്ടെങ്കിലും നമ്മൾ നിസ്കരിക്കുന്ന ഒരു സ്ഥലം ഫിക്സ് ചെയ്യണത് നല്ലതാണ്. അതിന് ബെഡ്റൂമിന്റെ ഒരു ഭാഗമാണെങ്കിലും ഓഫീസ് റൂമിന്റെ ഒരു ഭാഗമാണെങ്കിലും അത് നിസ്കരിക്കാൻ ഉപയോഗപ്പെടുത്തുക. അത് വലിയ ബർക്കത്താണ്. വീട്ടിൽ നിസ്കാരം നടക്കണല്ലോ, സ്ത്രീകൾ നിസ്കരിക്കുമല്ലോ. ഇത്ബാൻ ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അതാഹു ഫീ മൻസിലി. നമ്മൾ വീടുണ്ടാക്കുമ്പോൾ ആലോചിക്കേണ്ട ഒരു കാര്യം, എന്നോട് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, ആ സുഹൃത്തും മരിച്ചുപോയി. എന്നോട് പറഞ്ഞ ആ സുഹൃത്ത് മരിച്ചുപോയി, അള്ളാഹു ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. അവൻ ഒരു ചെറിയ എഞ്ചിനീയർ ആയി. അപ്പൊ എന്നോട് പറയാണ്, അവന്റെ അടുക്കലേക്ക് പിന്നെ ഈ വീടിന്റെ പ്ലാൻ ഇങ്ങനെ പറയാൻ വന്ന ഒരാള്, നമ്മൾ സാധാരണ പറയില്ലേ ബെഡ്റൂം ഇങ്ങനെ വേണം, അതുപോലെ ഇതിന്നത് വേണം. ഇയാള് പറഞ്ഞു, ആ ഓഫീസ് എന്ന് പറഞ്ഞിട്ട് ഉപയോഗിക്കണ റൂം ഭയങ്കര വിശാലത, ഒരു കട്ടിലിടാൻ കഴിയണം പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തത്ര വിശാലത, എന്തിനാ അവിടെ കട്ടിലിടുന്നത്? അപ്പൊ അയാൾ പറഞ്ഞു, ഞാൻ മരിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ ഇവിടെ കിടത്തിയിട്ടുണ്ടെങ്കിൽ ആളുകൾക്ക് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പോകാൻ കഴിയണം.
കണ്ടോ അത് ശബ്ദത്തിലൊരു ഓർമ്മയാണ്. നമ്മൾ ഈ വീട്ടിലല്ലല്ലോ താമസിക്കേണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞതാ, വീട്ടിൽ നിസ്കരിക്കാനുള്ള ഒരു സ്ഥലമുണ്ടാകണം. ഇത്ബാൻ എന്നവർ പറയുകയാണ്, ഒരിക്കൽ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ വന്നു. നബി ചോദിച്ചു, ഐന തുഹിബ്ബു അൻ ഉസല്ലിയ ലകാ? ഇത്ബാനെ, നിങ്ങളുടെ വീട്ടിൽ ഞാൻ എവിടെയാണ് നിസ്കരിക്കേണ്ടത്? ഞാനൊരു സ്ഥലം കാണിച്ചു കൊടുത്തു. നബി അവിടെ നിസ്കരിച്ചു. ആ സ്ഥലം പിന്നെ ഞങ്ങൾ നിസ്കരിക്കാനുള്ള ഒരു സ്ഥലമാക്കിയിരുന്നു. അപ്പൊ വീട്ടിൽ നിസ്കാരം നടക്കട്ടെ, വീട്ടിൽ ഇബാദത്തുകൾ നടക്കട്ടെ, ഗീബത്തുകളും നമീമത്തുകളും ഇല്ലാത്ത തഖ്വയിൽ അധിഷ്ഠിതമായ ഒരു വീടായിട്ട് എന്റെയും നിങ്ങളുടെയും വീടുകൾ മാറണം. മുഅ്മിനീങ്ങളെ, നമ്മൾ ആ വീട്ടിൽ കിടക്കേണ്ടവരല്ല, നമ്മൾ അവിടെ താമസിക്കേണ്ടവരല്ല. ആരാണ് ആ വീട്ടിൽ നിന്ന് ആദ്യം ഖബറിലേക്ക് പോവുക എന്ന് നമുക്കറിയില്ലല്ലോ. നാളെ കിടക്കുന്ന വീട് ഖബറെന്ന മണ്ണറക്കൂട്. ഇന്നത്തെ നമ്മുടെ ബെഡ്റൂമിൽ നിന്ന് നാളെ ആരുമില്ലാത്ത ഖബറിന്റെ ഏകാന്തതയിൽ ഒന്നാലോചിച്ചു നോക്കൂ. ഇരുട്ടിന്റെ മണ്ണറയായ ഒരാളുമില്ലാത്ത ഖബറിന്റെ ഏകാന്തതയിലേക്ക് 4-6 കാലുള്ളൊരു കട്ടിലേറ്റി ആളുകൾ മെല്ലെ നടന്നിടുന്നു. ഇരുളാൽ പെയിന്റിട്ട വീട് ഖബറെന്ന മണ്ണറക്കൂട്. ആ വീടിനെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. നമുക്ക് അല്ലാഹു നൽകിയ വീട്ടിൽ നിന്ന് ഖബറെന്ന വീട്ടിൽ രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ, ഖുർആൻ പാരായണങ്ങൾ, നിസ്കാരങ്ങൾ, സൽക്കർമ്മങ്ങൾ, ഇതുകൊണ്ട് നമ്മൾ നമ്മുടെ വീടുകളെ ഭംഗിയാക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയൂ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാവരുടെയും വീട്ടിൽ നീ 1000 അനുഗ്രഹം ചൊരിയണേ അല്ലാഹ്.